ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്ന് പറയുന്ന തൃശ്ശൂർ, തിരുവനന്തപുരം, അവിടെയൊക്കെ ഈ കോൺഗ്രസ് ഒരു പ്രതിരോധത്തിൽ നിന്ന് CPM BJP ആയിട്ട് അലയൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ടോ? അലയൻസ് ഉണ്ടല്ലോ. കാരണം CPM-നോട് ജയിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയില്ല. ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ്. പിണറായിക്കാണെങ്കിൽ ജയിച്ചേ മതിയാവൂ, ഏതറ്റം വരെ അധികം പോകും. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ പറ്റി പറഞ്ഞൊരു മോശം പരാമർശം ഇന്നലെ അദ്ദേഹം നടത്തിയപ്പോൾ എന്തുമാത്രം മുഖ്യമന്ത്രി അർപ്പതിച്ചു. രാഹുൽ ഗാന്ധി പൊളിറ്റിക്കൽ അറ്റാക്കാണ് നടത്തിയത്. അത് നടത്തും. അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂടിയാണ്, അവിടുത്തെ UDF സ്ഥാനാർത്ഥിയാണ് കേരളത്തിലെ. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ഇതാണല്ലോ, കേജ്രിവാളിനെ പിടിച്ചകത്താക്കി, എൻ്റെ സോറിനെ പിടിച്ചകത്താക്കി, ഇവിടെ ഇങ്ങനെ നോട്ടീസ് അയക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു സോഫ്റ്റ് ലൈൻ എടുത്തപ്പോൾ ഇന്ത്യ അലയൻസിൽ CPM ചേരാത്തൊരു സാഹചര്യം കൂടെ കണക്കാക്കിയിട്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. അതിന് ഇതാണോ പറയുക മറുപടി? ഞാൻ നല്ല അത്ഭുതപ്പെട്ടു CM-ൻ്റെ ആ ഒരു വാചകം കേട്ടപ്പോൾ. കാരണം നാളെ ഒരു ഗവൺമെൻറ് വരുമ്പോൾ, ഇന്ത്യ മുന്നണി ഗവൺമെൻറ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ ഉണ്ടാവുമല്ലോ. അങ്ങനെ വരുന്നൊരു നേതാവിനെ പറ്റിയാണോ ഇത് പറഞ്ഞത്? അല്ല, മോഡി ചോദിച്ചാൽ മനസ്സിലാക്കാം. കാരണം മോഡിക്കെതിരായിട്ടുള്ള മൂവ്മെൻ്റാണ്. അതുകൊണ്ട് മോഡി അല്പം കുറേ ഭയപ്പെട്ടിട്ടുണ്ട്. 400 സീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മോഡി ഈ ഇന്ത്യ അലയൻസ് പല സംസ്ഥാനത്തും നന്നായി പ്രവർത്തിക്കുന്നുണ്ടപ്പോൾ അദ്ദേഹം വയലൻ്റായി. ശരിയാണ്, അതിൽ നമുക്ക് അത്ര അത്ഭുതമില്ലല്ലോ. അയാളുടെ സ്ഥിരം പരിപാടിയല്ലേ. ഇഷ്ടമില്ലാത്തവരെ മുഴുവൻ പിടിച്ചകത്താക്കുക, എല്ലാ ജനാധിപത്യവും അട്ടിമറിക്കുക, പ്രതിപക്ഷത്തിനെ മുഴുവൻ സസ്പെൻഡ് ചെയ്തിട്ട് ബില്ലുകൾ പാസ്സാക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി പറയുന്നൊരു വാചകം ഏറ്റെടുത്ത് അതിനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മുഖ്യമന്ത്രി. സത്യത്തിൽ ഈ രാഹുൽ ഗാന്ധി മോദിക്ക് ആയുധം കൊടുക്കല്ലേ ഇത്? മോദി ത്രിപുരയിൽ പ്രസംഗിച്ചത് കോൺഗ്രസ് തന്നെ പറയുന്നു എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ പേരിൽ ശക്തമായ നടപടി സ്വീകരിക്കാത്തതെന്ന് കോൺഗ്രസ് പറയുന്നു. എന്ന് വെച്ചാൽ കോൺഗ്രസ് പറയുന്നത് യുദ്ധ നടപടി ശരിയാണ്, എന്നാൽ ഇവരുടെ പേരിലെടുക്കാത്ത നടപടിയെ കുറിച്ച് മാത്രമാണ് അവർക്ക്. അതായത് ഒരു BJP ഇതര മുഖ്യമന്ത്രിയോട് കാണിക്കുന്ന സ്റ്റാൻഡ് ഇവിടെ കാണിക്കാത്തതുകൊണ്ടാണ് ഇത് ചോദിച്ചത്. മാത്രമല്ല, ഇന്ത്യ മുന്നണിയിൽ ചേരാതെ മാർക്സിസ്റ്റ് പാർട്ടീനെ തടയുന്നത് പിണറായി വിജയനാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ UPA സർക്കാരിൽ ഇതേപോലെ തന്നെ ലെഫ്റ്റ് വളരെ ശക്തമായി നിന്നത് കാലത്ത് പോലും മുന്നണിയിൽ ചേരുന്ന പ്രശ്നം ഉണ്ടായില്ല. പുറത്തുനിന്ന് പിന്താങ്ങുകയാണ് ചെയ്തത്. അതേ സ്റ്റാൻഡ് തന്നെയല്ലേ കൊടുത്തത്? അല്ല, അന്ന് UPA ഇടത് സഖ്യത്തിൻ്റെ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഇന്ന് ലെഫ്റ്റ് പാർട്ടീസ് പറഞ്ഞ് ഞങ്ങൾക്ക് അന്ന് ത്രിപുരയിലും ബംഗാളിലും കൂടെ കോൺഗ്രസിൻ്റെ എതിരായിട്ട് അവർ നിന്നു. പക്ഷേ ഇന്ത്യയിൽ വരുമ്പോൾ കേന്ദ്രത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ അവർ സഹായിക്കും, ഗവൺമെൻറ്റിൽ ചേരില്ല. പക്ഷേ ഗവൺമെൻറ് കാര്യങ്ങളെക്കുറിച്ച്, ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ UPA ഇടത് മുന്നണി, ഇടത് സഖ്യത്തിൻ്റെ കോർഡിനേഷൻ കമ്മിറ്റി, അതെ അത് തന്നെ, അതിന് മിനിമം പ്രോഗ്രാം ഉണ്ടായിരുന്നു. അല്ല, ഇത്തവണ കുറേ കൂടെ വിശാലമാണ്. കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇടതുപക്ഷം കോൺഗ്രസിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഏകോപന സമിതി ചേർന്നുകൂടാ? ഇപ്പോൾ ആം ആദ്മിയായിട്ട് പഞ്ചാബിൽ മത്സരമുണ്ട്, പക്ഷേ അവരെന്താ ചേർന്നല്ലോ? കാരണം പഞ്ചാബിലെ സാഹചര്യത്തിൽ ഒരു മുന്നണിക്ക് പ്രയാസം ഉണ്ട്. കാരണം അവിടെ മെയിൻ പ്രതിപക്ഷം കോൺഗ്രസും ഭരണപക്ഷം ആം ആദ്മിയാണ്. പക്ഷെ അവിടുത്തെ കണ്ടീഷൻ എന്താ അറിയുമോ? എന്ത് വന്നാലും ഡൽഹിയിൽ ഞങ്ങൾ കോൺഗ്രസിനെ സഹായിക്കും. ബാക്കി എല്ലാ കാര്യത്തിലും ഉണ്ട്. ഈവൻ ഡൽഹിയിൽ പോലും മാക്സിമം എല്ലായിടത്തും കോർഡിനേഷന് ശ്രമിച്ചിട്ടുണ്ട്, അത് വിജയിച്ചിട്ടുണ്ട്.
അല്ല, ഈ വർഗീയ വിരുദ്ധ നിലപാടിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ് എന്ന് പറയാവുന്നത് ഇന്ത്യയിൽ ലെഫ്റ്റ് പാർട്ടീസ് ആണ്. കാരണം ഇതിനു മുമ്പ് നിങ്ങൾ പലപ്പോഴും അവതരിക്കപ്പെടുന്ന മമതാ ബാനർജി അടക്കം BJP-യുടെ സർക്കാരിൽ മന്ത്രിയായിട്ടുള്ള ആളുകളാണ്. അതേസമയം ലെഫ്റ്റ് എന്നും അഗേൻസ്റ്റ് RSS എന്ന നിലപാട് സ്വീകരിക്കേണ്ടി വരും. അതിലിപ്പോ അത് സ്വീകരിച്ചുകൊണ്ടാണല്ലോ ആണവ കരാറിന്റെ പേര് പറഞ്ഞ് മൻമോഹൻ സിംഗിനെ ഇറക്കാൻ ഇതേ BJP-ന്റെ കൂടെ വോട്ട് ചെയ്തത്. BJP വിരുദ്ധത പ്രസംഗിച്ച് 53 MP-മാരെയും കൊണ്ട് ചെന്ന് മൻമോഹൻ സിംഗിന്റെ എതിരായിട്ട് ഇതേ BJP-ന്റെ കൂടെ വോട്ട് ചെയ്തു. പക്ഷെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അല്ല, അന്നെടുത്ത ഈ എന്താ പറയാ ഈ ആണവ കരാറ്, അതുപോലെ തന്നെ എന്താ പറയാ കാർഷിക മേഖലയെ ബാധിക്കുന്ന ബില്ലുകൾ, അതിൽ നമുക്ക് വ്യത്യസ്തമായ നിലപാടാണ് ഇപ്പൊ കോൺഗ്രസ് എടുക്കുന്നത്. ഇപ്പൊ എങ്ങനെ എടുക്കുന്നത്? ഇപ്പൊ എടുക്കുന്നത് മറ്റേ ഇറക്കുമതി നിരോധിക്കുന്നല്ലേ പറഞ്ഞത്, ഏതിന്റെ? റബ്ബറിന്റെയും മറ്റു സാധനങ്ങളുടെ. അല്ല, നിങ്ങളിപ്പോ ചെയ്യുന്നത്, ഇപ്പൊ ഇടതുപക്ഷം ചെയ്യുന്നത് എന്താ? വിദേശ സർവകലാശാലയെയല്ലേ വിളിച്ചു വരുന്നത്. കെ കരുണാകരന്റെ കാലത്ത് സ്വാശ്രയ സ്ഥാപനങ്ങൾ വന്നതിനെതിരായി സമരം ചെയ്ത് വെടിവെപ്പ് ഉണ്ടാക്കി 5 സഖാക്കൾ രക്തസാക്ഷിയായിട്ട് ഇപ്പോൾ സ്വാശ്രയമല്ല വിദേശമാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത്. ഞങ്ങൾക്ക് വിരോധമില്ല കേട്ടോ, നിങ്ങൾ വിളിച്ചു. പക്ഷേ മറ്റേ 5 പേരെ സൃഷ്ടിക്കേണ്ടിയിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റം ഉണ്ടാവണ കോൺഗ്രസ് പറയുന്നത്. അല്ല, മാറ്റങ്ങൾക്കനുസരിച്ചായിട്ടാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷാ വിഭാഗത്തെ കമ്പ്യൂട്ടറൈസേഷൻ നടത്തുന്ന സമയത്ത് അതിനെതിരായ സമരം നടത്തിയത് ഏക സംഘടന അവിടുത്തെ കോൺഗ്രസ് സംഘടനയാണ്. നിങ്ങളുടെ തന്നെ മുഖ്യമന്ത്രിയായി പിന്നീട് വന്ന ഉമ്മൻചാണ്ടിയാണ് ആ സമരം തന്നെ ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ആ നിലപാടിന്റെ വൈവിധ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാൻ? അല്ല, ഇപ്പൊ അതിന്റെ ഒരു ഡിബേറ്റിലേക്ക് പോകണ്ടപ്പോൾ പൂരം മുടങ്ങിയതിനെ പറ്റിയിട്ടാണല്ലോ ഡിബേറ്റ്. പൂരം മുടങ്ങിയതിനെ പറ്റിയിട്ടും കൂത്തുപറമ്പ് രക്തസാക്ഷികളെ ഉണ്ടാക്കിയൊരു വിദേശ സർവകലാശാലയൊക്കെ പറ്റിയിട്ട് വരുമ്പോൾ കുറേ അത്. പക്ഷെ ഇപ്പം ചർച്ച പൂരം മുടങ്ങിയതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പിന്നെ ഞങ്ങൾ പറഞ്ഞോളാം. സുഖമായിട്ട് ജയിക്കും തൃശ്ശൂർ. ഞങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസം. സുഖസുന്ദരമായിട്ട് ജയിക്കും. ഓക്കെ, താങ്ക് യു.